വാർത്തകളിലേക്ക്. കരുവന്നൂർ കേസിൽ CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ ചോദ്യം ചെയ്യൽ തിങ്കളാഴ്ചയും തുടരും. കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത ED വർഗീസിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതിനിടെ ആദായ നികുതി വകുപ്പും MM വർഗീസിന്റെ മൊഴി രേഖപ്പെടുത്തി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി എബി തോമസ് ചേരുകയാണ്. എബി, എന്തൊക്കെയാണ് EDയിൽ നിന്നും ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട്? അജിംഷാദ്, ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കുക, അല്ലെങ്കിൽ അവരിലേക്ക് അന്വേഷണം എത്തിക്കുക എന്നത് തന്നെയാണ്. ഇത് രണ്ടാം ഘട്ട അന്വേഷണമാണ് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ ബാങ്കുമായി ബന്ധപ്പെട്ട ജോലി ചെയ്തിരുന്ന, അല്ലെങ്കിൽ ബാങ്കിൽ കൃത്യമായ രീതിയിൽ ബാങ്കുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ് പ്രതികളായി വന്നിരുന്നെങ്കിൽ, രണ്ടാം ഘട്ട അന്വേഷണത്തിൽ അത് CPM-ലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത്. ആ നിലയ്ക്കാണ് MM വർഗീസിനെ പോലുള്ള നേതാക്കളെ തന്നെ വീണ്ടും ചോദ്യം ചെയ്യലിന് വേണ്ടി വിളിപ്പിക്കുന്നത്. ആദ്യം ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും MM വർഗീസ് ഹാജരായിരുന്നില്ല. അതിന് അസൗകര്യം അറിയിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ED നോട്ടീസ് അയക്കുകയായിരുന്നു. അങ്ങനെയാണ് വെള്ളിയാഴ്ച തന്നെ MM വർഗീസ് ഹാജരാകുന്ന സാഹചര്യമുണ്ടായത്. രാവിലെ തന്നെ അദ്ദേഹം എത്തി. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലാണ് EDയുടെ ഓഫീസിൽ, കൊച്ചിയിൽ ഓഫീസിൽ തുടർന്നത്. കഴിഞ്ഞ ദിവസം, അതിന് തൊട്ട് മുമ്പത്തെ ദിവസം PK ബിജു ഉൾപ്പെടെയുള്ള നേതാക്കളെയും ചോദ്യം ചെയ്തിരുന്നു. അതും മണിക്കൂറുകൾ നീളുന്ന ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു. ഇന്നലെ എന്തായാലും MM വർഗീസിനെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അദ്ദേഹത്തിന്റെ ഫോൺ ഉൾപ്പെടെ കസ്റ്റഡി എടുക്കുന്ന നടപടിയിലേക്ക് ED പോകുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷം അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യൽ വീണ്ടും തുടരുമെന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകണമെന്നുള്ള നിർദ്ദേശം MM വർഗീസിന് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ MK കണ്ണൻ, AC മൊയ്തീൻ തുടങ്ങിയ നേതാക്കളിലേക്ക് കൂടി അന്വേഷണം എത്താനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മുതിർന്ന നേതാക്കളായിട്ടുള്ള MK കണ്ണൻ, ഒപ്പം തന്നെ AC മൊയ്തീൻ തുടങ്ങിയ നേതാക്കൾക്ക് ED നോട്ടീസ് അയച്ചേക്കും എന്ന നിലയ്ക്കുള്ള വാർത്തകൾ നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിലേക്കുള്ളൊരു വഴിയായിട്ട് തന്നെയാണ് MM വർഗീസിന്റെ ഈ ചോദ്യം ചെയ്യൽ തുടരാനുള്ള തീരുമാനവും എല്ലാം തന്നെ കണക്കാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെ ആദായ നികുതി വകുപ്പ് ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു. എന്തായാലും ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ED അവരുടെ നിലപാട് കടുപ്പിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ കേസിന്റെ ഒരു മെല്ലെപ്പോക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത് ആ വിഷയത്തിൽ ഹൈക്കോടതി ഉൾപ്പെടെ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആ നിലയിലുള്ള ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയും അതിനുശേഷം ED ഇവരുടെ ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന നടപടിയിലേക്ക് എത്തുകയും ചെയ്തത്. അവിടെയാണ് CPM അതിനെ പ്രതിരോധിക്കുന്നത്. രാഷ്ട്രീയ നീക്കമാണ് എന്ന നിലയ്ക്കുള്ള പ്രതിരോധം CPM അവിടെ തീർക്കുന്നതും. എന്തായാലും ED അവരുടെ നിലപാട് കടുപ്പിച്ചിരിക്കുന്നു. നേതാക്കളെയൊക്കെ തന്നെ ഈ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യുന്ന MM വർഗീസിനെ ആദായ നികുതി വകുപ്പും വേട്ടയാടുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും അത്തരത്തിൽ നീങ്ങുന്നു എന്ന ആരോപണം ഒരുപക്ഷെ LDF-ന് കൂടുതൽ ഉന്നയിക്കാം ഇനി. തീർച്ചയായും ആ നിലയ്ക്ക് തന്നെയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൈക്കോടതി ഉൾപ്പെടെ EDയെ ശാസിക്കുന്ന നിലയിലേക്ക്, അല്ലെങ്കിൽ EDയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടിന്റെ ഭാഗമായി തന്നെയുള്ള നടപടികളാണ് എന്നുള്ളൊരു വിമർശനം CPM ആദ്യഘട്ടം മുതൽ തന്നെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അത് തുടർന്നും ആ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ തന്നെയാവും CPM-ന്റെ ഭാഗത്തു നിന്നുണ്ടാവുക. ഈ ഒരു വിഷയത്തെ CPM പ്രതിരോധിക്കുന്നതും ആ നിലയ്ക്ക് തന്നെയായിരിക്കും. ഒപ്പം തന്നെ ഈ കരുവന്നൂർ കേസിന്റെ ഒരു അന്വേഷണം ഈ വളരെ വേഗം, ഈ അടുത്ത ഘട്ടത്തിൽ വളരെ വേഗത്തിലാക്കിയത് അത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ഭാഗമായിട്ടുള്ള നടപടിയായിട്ടാണ് കാണുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ പോലും പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ നിലയ്ക്കുള്ള നടപടികളാണ്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഈ വളരെ വേഗത്തിൽ ചടുലതയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അന്വേഷണം എന്ന് പറയുന്നത് എന്നാണ് പ്രതിപക്ഷം ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആ നിലയ്ക്കുള്ള വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും ഇന്നലെ കിഫ്ബിയുമായി ബന്ധപ്പെട്ട കേസിൽ, മസാല ബോണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട കേസിലും EDക്കെതിരെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ കോടതി ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം ഐസക് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ കോടതി ചോദിക്കുന്ന നിലയിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. എന്ത് വിഷയത്തിന്റെ പുറത്താണ് ഐസക്കിനെ വിളിച്ചു വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ പ്രാഥമികമായിട്ട് ഒരാൾക്ക് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കണം, അയാൾക്കെതിരെ നടപടി എടുക്കണമെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കാരണം ഉണ്ടാവണം. ആ കാരണമെങ്കിലും കോടതിയെങ്കിലും ED ബോധിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വളരെ ശരിയാണ്. കാരണം നോക്കൂ എബി, അതായത് ഈ ഫെമ നിയമം ലംഘിച്ചു എന്നൊക്കെയാണ്. അതായത് മന്ത്രിയായിരിക്കെ ഔദ്യോഗികമായി സർക്കാർ സംവിധാനങ്ങൾ റിസർവ് ബാങ്കിൻ്റെ അടക്കം സഹായത്തോടുകൂടി, മീൻസ് അംഗീകാരത്തോടുകൂടി വിദേശത്തുള്ള മസാല ബോണ്ട് വാങ്ങിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ED ഇപ്പോൾ തോമസ് ഐസക്കിനെ വേട്ടയാടുന്നത്. അൺപാർലമെൻ്ററി ആയി നീക്കമെന്ന് പൊതുവിൽ പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യമാകുന്ന കാര്യങ്ങളാണ്. അതാണ് കോടതിയിലൂടെ പ്രതിഫലിക്കുന്നത്.
തീർച്ചയായും അത് തന്നെ. ഐസക് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ, അതായത് ഏതാണ്ട് 5 തവണയിലധികം അദ്ദേഹത്തിന് നോട്ടീസ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഐസക് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഹൈക്കോടതി തന്നെ ഐസക്കിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ വിളിച്ചു വരുത്തുന്ന ഒരിക്കലെങ്കിലും ഒന്ന് ഹാജരായി കൂടെ എന്നുള്ള ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോഴും ഐസക് നിലപാടിൽ നിന്ന് മാറ്റം ഉണ്ടായില്ല. ആ നിലപാടിൽ തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഐസക് ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് എന്തിന്റെ പേരിലാണ് തന്നെ വിളിച്ചു വരുത്തുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള കുറ്റം താൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ വിളിച്ചു വരുത്തുക, അല്ലാതെ താൻ കുറ്റക്കാരനാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ട കാര്യമില്ല എന്നുള്ള കാര്യമാണ് ഐസക് ചൂണ്ടിക്കാണിച്ചിരുന്നത്. ആ നിലപാട് തന്നെ ഹൈക്കോടതി ഇന്നലെ ആവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. അങ്ങനെ ഇഡിക്ക് എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തിരിച്ചടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ CPM-ന്റെ പ്രതിരോധ പ്രസ്താവനകളിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഒപ്പം ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന നിലയ്ക്ക് തന്നെയുള്ള ഒരു വിലയിരുത്തലാണ് പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും ഉള്ളത് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാകണമെന്ന് M.M. വർഗീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം അന്ന് ഹാജരാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യും. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ പരിശോധനയ്ക്കായി പിടിച്ചു വെച്ചിട്ടുമുണ്ട്. എന്തായാലും കൂടുതൽ CPM-ന്റെ കൂടുതൽ നേതാക്കളിലേക്ക് ഈ അന്വേഷണം അല്ലെങ്കിൽ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ തുടങ്ങിയ നടപടികളൊക്കെ തന്നെ കാണാനുള്ള സാധ്യതയാണ് വരും ദിവസങ്ങളിലും കാണുന്നത്. അജിംഷാദ്. ശരി, എ പി തോമസാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത്. മൂവാറ്റുപുഴ